പെരിന്തൽമണ്ണ കുന്നക്കാവിലെ 57 അയൽക്കൂട്ടങ്ങളുടെ വാർഷികാഘോഷവും വിപണനമേളയും കലാപരിപാടികളും ഗ്രാമോത്സവമായി. വിപണനമേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നതിന് പകരം സംരംഭക രംഗത്തേക്ക് കടന്നു വരണമെന്ന് MK റഫീഖ പറഞ്ഞു. കുന്നക്കാവ് സംഗമം വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിലെ 57 അയൽക്കൂട്ടങ്ങളുടെ വാർഷികാഘോഷവും വിപണനമേളയും ഗ്രാമോത്സവമായി. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായുള്ള അയൽക്കൂട്ടങ്ങളിലെ 1100ഓളം വനിതകളും കുടുംബാംഗങ്ങളും കുന്നക്കാവ് ഹിൽ ടോപ്പ് സ്കൂൾ അങ്കണത്തിൽ സായാഹ്നം മുതൽ അർദ്ധരാത്രി വരെ ഒത്തുകൂടി. അയൽപക്ക ബന്ധങ്ങളിൽ പരസ്പര സ്നേഹത്തിൻ്റെയും സഹായ മനസ്കതയുടെയും മാതൃക തീർത്തു മുന്നേറുന്ന അയൽക്കൂട്ടങ്ങളുടെ വാർഷികാഘോഷം സംഘാടന മികവിനാലും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ശനിയാഴ്ച വൈകിട്ട് നടന്ന വിപണനമേള മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. വനിതകളുടെ കൂട്ടായ്മ ഏകദേശം 57ഓളം വരുന്ന 57 കൂട്ടായ്മകളാണ്. ഓരോ കൂട്ടായ്മയിലും 10 മുതൽ 20 വരെയുള്ള വനിതകളുണ്ട്. ആ വനിതകളുടെ കൂട്ടായ്മ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഇവരുടെ വാർഷികാഘോഷം എന്ന് പറയുന്നത്. ഈ വാർഷികാഘോഷത്തിൽ വന്നപ്പോൾ കാണാൻ സാധിച്ചത് ഓരോ കൂട്ടായ്മയുടെയും വിപണന കേന്ദ്രങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലങ്ങളിൽ നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടായിരുന്നില്ല. വലിയ സംവിധാനമായിട്ട് അതിലധികം വരുന്ന ആളുകൾക്ക് വരുമാനമുണ്ട്. വലിയ സംവിധാനമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരുപാട് സമയമുണ്ട്. ടെക്നോളജി വളരെയധികം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീകൾ വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നതിന് പകരം സംരംഭക രംഗത്തേക്ക് കടന്നു വരണമെന്ന് MK റഫീഖ ആവശ്യപ്പെട്ടു. ഇന്ന് സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടതെന്നും അവർ പറഞ്ഞു. സംഗമം വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് N ഷംസുദ്ദീൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം സെൽമ കുന്നക്കാവ്, സംഗമം വെൽഫെയർ സൊസൈറ്റി എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ് അലി ഏലംകുളം എന്നിവർ സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും സ്വന്തത്തിലേക്ക് ചുരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരെയും കൂടി പരിഗണിക്കാനും സഹായഹസ്തം നീട്ടാനുമുള്ള ഇത്തരം കൂട്ടായ്മകളുടെ പ്രവർത്തനം വളരെ മാതൃകാപരമാണെന്ന് അബ്ദുൽ ഹക്കീം നദ്വി പറഞ്ഞു. നമ്മുടെ ഈ പരസ്പര സഹായത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പരക്ഷേമ തൽപരതയുടെയും എല്ലാം മനോഹരമായ ആവിഷ്കാരങ്ങളായിക്കൊണ്ട് നമ്മുടെ ഈ അയൽക്കൂട്ടായ്മ എന്ന് പറയുന്ന സംവിധാനം അത്ഭുതകരമായ അതിൻ്റെ ചരിത്ര ദൗത്യം നിർവഹിച്ചുകൊണ്ട് അതിൻ്റെ വിജയഗാഥയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ സംഗമത്തിൻ്റെയും ഈ സംവിധാനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി നമ്മൾക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. പരസ്പര സഹകരണമില്ലാതെ മനുഷ്യന്റെ ജീവിതം യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഇത് എല്ലാ നാഗരിക സമൂഹത്തിൻ്റെയും നിർമ്മാണം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, എല്ലാ ജനവിഭാഗത്തിൻ്റെയും പുരോഗതിയുടെ ആശയാടിത്തറകളെക്കുറിച്ച് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇത്തരം പരസ്പര സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെതുമായ ഒരാശയം ആ ജനവിഭാഗത്തെ വലിയ തോതിൽ സ്വാധീനിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. KK ആബിദ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വി ഷിബില ബിലാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇൻഫാക് സസ്റ്റൈനബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി CP ഹബീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ, വെൽഫെയർ പാർട്ടി ഏലംകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് P ഫൈസൽ, P സുനീറ, AP മർലിയ എന്നിവർ സംസാരിച്ചു. സംഗമം വെൽഫെയർ സൊസൈറ്റിക്ക് നേതൃത്വം നൽകി വരുന്ന N ഷംസുദ്ദീൻ മാസ്റ്റർ, K യൂസഫ്, M അബ്ദുൽ ഹമീദ് എന്നിവർക്ക് അബ്ദുൽ ഹക്കീം നദ്വി ഉപഹാരം സമ്മാനിച്ചു. മികച്ച അയൽക്കൂട്ടം സംരംഭക P സുനീറയ്ക്കും മികച്ച അയൽക്കൂട്ടം ഭാരവാഹികൾക്കും കലാസാഹിത്യ മത്സര വിജയികൾക്കുമുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു. അയൽക്കൂട്ടം അംഗങ്ങൾക്ക് മികച്ച വാർഷികോപഹാരവും കൈമാറി. തന്മയാർന്ന നാടൻ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം കൊണ്ടുള്ള വിപണനമേള പരിപാടിക്കെത്തിയ എല്ലാവരെയും ശ്രദ്ധ പിടിച്ചുപറ്റി. വിപണനമേളയിൽ അയൽക്കൂട്ടങ്ങളിലെ വനിതകൾ കച്ചവടക്കാരായി. സ്വാശ്രയശീലം കൈവരിക്കുന്നതിന്റെ ഭാഗമായി അയൽക്കൂട്ടം അംഗങ്ങൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും മറ്റു സ്റ്റാളുകളിൽ തയ്യാറാക്കിയിരുന്നു. ഭക്ഷ്യവസ്തുക്കൾ, തുണിത്തരങ്ങൾ, ചായ, കാപ്പി, ചെറുകടികൾ, പായസം, തേൻ, ചവിട്ടി, ചൂൽ, ഫിനോയിൽ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങളുടെ വൻ ശേഖരം തന്നെ ഒരുക്കിയിരുന്നു.
വിപണനമേളയിൽ സാധനങ്ങൾ ഉൽപ്പന്നം നടത്താനായത് വനിതകൾക്ക് വലിയ പ്രോത്സാഹനമായി. ഭാവിയിൽ സംരംഭകത്വ രംഗത്തേക്ക് ചുവടുവെക്കുന്നതിനുള്ള തുടക്കം കൂടിയായി ഈ വിപണനമേള. അയൽക്കൂട്ടം അംഗങ്ങൾ, ചാനൽ റിയാലിറ്റി ഷോയിലെ താരങ്ങൾ, നാട്ടിലെ വിദ്യാർത്ഥികൾ എന്നിവരുടെ വിവിധ കലാപരിപാടികളും അയൽക്കൂട്ടം വാർഷികാഘോഷത്തിൻ്റെ മുഖ്യ ആകർഷണമായി മാറി. Adorn your beauty with sparkling purity. Maharajika Gold and Diamonds.